ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു കുട്ടനാടൻ സ്റ്റൈൽ താറാവ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് താറാവ് കഴുകി വൃത്തിയാക്കുക. ഒരു 2 താറാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുക. ഇഞ്ചി ഒരു തണ്ടും വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം. ഒരു 4 വലിയ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. 4 3 ഇടാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. ഒരു 5 വിസിലോളം വേണ്ടി വന്നു ഇത് വേവാൻ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ഓരോ ഇതിൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പൊടികൾ തേങ്ങയുമായിട്ട് അരച്ച് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂൺ പെരുംജീരകം, ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി യൂസ് ചെയ്യുക. മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യണം. വെള്ളം അധികം ഒഴിക്കണ്ട. ഇതെല്ലാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്കൊരു തവ എടുക്കാം. തവയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എന്നിട്ട് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. തേങ്ങാക്കൊത്താണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുഞ്ഞുള്ളിയാണ് കൂടുതലും എടുത്തേക്കുന്നത്. ഒരു 10-30 കുഞ്ഞുള്ളിയും ഒരു കുഞ്ഞു സവോളയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് പച്ചമുളകും വേപ്പിലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. ഇതൊന്ന് വാടി വരാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നീട് 2 വലിയ പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. പഴുത്ത തക്കാളി ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് നേരം അടച്ച് വെച്ച് അത് വേവിക്കുക. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. കുരുമുളക് പൊടിയാണ് ഇന്ന് എരിവ് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയം കൊണ്ട് നമ്മുടെ താറാവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2 കിഴങ്ങും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ആ സ്റ്റോക്ക് ആ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുക. ബാക്കി ഇറച്ചിയും കിഴങ്ങും എല്ലാം കൂടി ആ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് നേരം ആ ഇറച്ചി അതിൽ കിടന്നൊന്ന് വെന്തിട്ടുണ്ട് എങ്കിലും ആ ഗ്രേവിയെ എല്ലാം അതിലൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം അതിൽ കിടന്ന് തിളക്കട്ടെ. നന്നായി തിളച്ച് കഴിയാൻ നേരത്ത് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു, ഇച്ചിരി ചെറുതായിപ്പോയി, സാരമില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ അരച്ചതുകൊണ്ടാട്ടോ ഈ തേങ്ങാപ്പാൽ ഇത്ര ലൂസായിപ്പോയെ. കുറച്ചുകൂടെ കട്ടിക്കെടുക്കണം. അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും നമുക്കിതുപോലെ അരച്ച് ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും നല്ല ഫ്രഷ് നാടൻ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കറി റെഡിയാവും. ഇതാണ് നമ്മുടെ കുട്ടനാടൻ സ്റ്റൈൽ താറാവ് കറി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടനാടൻ സ്റ്റൈല് താറാവ് കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വേറൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക് യു.